ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെരി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെതാണ്. ഇനി ഈ ഡിഷിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും ചെയ്യുന്ന വിധവും പറയാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പീസാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് കാണിക്കുന്നത്. ചെറുതായി അരിഞ്ഞ കറിവേപ്പില 2 തണ്ട്, ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 വലിയ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് 2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ, ഉപ്പുപൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി മസാല പിടിപ്പിച്ച ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ നേരത്തെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി എല്ലാം തിരിച്ചിട്ട് കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒരു 250 ഗ്രാം കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞെടുക്കണം. കൂടെ ഒരു 6 പച്ചമുളക്, എരിവില്ലാത്ത തരം പച്ചമുളകാണ് എടുത്തത്. നടുകെ ഒന്ന് പിളർന്ന് വെക്കണം. നമ്മുടെ ചിക്കനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി അതിലോട്ട് വേണ്ടുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊരിച്ച് കോരിയെടുക്കണം. 2ആയി കട്ട് ചെയ്ത് 4-5 ഉണക്കമുളക് കൂടി ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ചീന്തി വെച്ച പച്ചമുളകും ഒന്ന് മൊരിച്ചിട്ട് കോരിയെടുത്ത് മാറ്റി വെക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് എല്ലാം ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പച്ചമുളക് കോരിയെടുത്ത ശേഷം അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. കുഞ്ഞുള്ളി അധികം മൂത്ത് വരണ്ട, എങ്കിലും മൂക്കണം. ആ സമയത്ത് നമുക്ക് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ മസാലയ്ക്ക് വേണ്ടത്ര ഉപ്പും നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. കുഞ്ഞുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി ഫ്ലേക്സ്. ഇതൊക്കെ ക്രമത്തിൽ ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 പകുതി നാരങ്ങ പിഴിഞ്ഞ നീരൊഴിച്ച് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി മസാലകളൊക്കെ ചിക്കനിൽ പിടിച്ച് വന്നാൽ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉണക്കമുളക്, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. ഇതിനൊപ്പം കഴിക്കാൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം ചിലപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അത് ലാസ്റ്റ് ചുട്ടെടുക്കുന്നതും ഒന്ന് അടിച്ച് നമ്മൾ ലെവലാക്കുന്നത് കാണിക്കുന്നുള്ളൂ. പൊറോട്ടയുടെ വീഡിയോ എൻ്റെ ചാനലിൽ ആദ്യമേ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.